എല്ലാവർക്കും നമസ്കാരം. ജീവിതം നമ്മോട് ഓരോ ദിവസവും ഓരോ ചോദ്യം ചോദിക്കും. നമ്മൾ കാണുന്നതെല്ലാം സത്യമാണോ? നമ്മൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കണം? മനുഷ്യൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യവും അസത്യവും, നല്ലതും ചെറുതുമായ വഴിത്തിരിവുകളിൽ. നമ്മൾ കേൾക്കുന്ന ഓരോ പഴമൊഴിക്കും ഓരോ വിശ്വാസത്തിനും പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ലെങ്കിൽ അത് തലമുറകളിലൂടെ വന്ന് നമ്മളിൽ പതിഞ്ഞൊരു കാഴ്ചപ്പാട് മാത്രമാണോ? ഈ വീഡിയോയിൽ നമുക്കതിൻ്റെ സാരാംശം പരിശോധിക്കാം. സാധാരണയായി തോന്നുന്ന വാക്കുകളുടെ അകത്തെ യഥാർത്ഥത അന്വേഷിക്കാൻ. കാരണം ഓരോ വാചകത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. ഒരൊറ്റ വാക്കിനും പിന്നിൽ ജീവിതത്തിന്റെ പാഠമുണ്ട്. നമുക്ക് ആ പാഠം കണ്ടുപിടിക്കാം. നമുക്ക് ആ വാസ്തവം മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം അറിവ് തേടുന്നവരാണ് ലോകത്തെ മാറ്റുന്നത്. സൗന്ദര്യം ആരും നോക്കില്ല. പുറമേ കാണുന്ന രൂപത്തിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സത്യമായി പറഞ്ഞാൽ സൗന്ദര്യം ആരും നോക്കില്ല എന്നത് പൂർണ്ണമായ സത്യമല്ല. മനുഷ്യന്റെ കണ്ണ് ആദ്യം നോക്കുന്നത് രൂപമാണ്. ആദ്യത്തെ ആകർഷണം പലപ്പോഴും അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതൊരു പ്രകൃതിദത്തമായ പ്രതികരണമാണ്. നമ്മളുടെ അവബോധമില്ലാതെ തന്നെ ഒരു മുഖം, ഒരു ചിരി അല്ലെങ്കിൽ ഒരു രൂപം അത് മനസ്സിൽ പതിയുന്നു. പക്ഷെ അത് വെറും ആദ്യപടിയേ ആകുന്നുള്ളൂ. ഒരു വ്യക്തിയെ നീ സത്യത്തിൽ അറിയുമ്പോൾ അവന്റെ മനസ്സ്, സ്വഭാവം, മനുഷ്യത്വം, അവന്റെ കരുതൽ അവയൊക്കെയാണ് യഥാർത്ഥ സൗന്ദര്യമായി തോന്നുന്നത്. ഒരു ചെറിയ കഥ പറയാം. ഒരു ദിവസം ഒരു പെയിന്റർ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചു. അതിനൊരു അത്ഭുതകരമായ സൗന്ദര്യമുണ്ടായിരുന്നു. ഓരോരുത്തരും അതിൽ ആകർഷിതരായി. പക്ഷെ ആ ചിത്രത്തിന് പിന്നിലെ മോഡൽ അത്ര മനോഹരമായ മുഖമുള്ളവളല്ലായിരുന്നു. പെയിന്റർ അവളുടെ മുഖമല്ല, അവളുടെ ചിരിയുടെ സത്യസന്ധതയും മനസ്സിന്റെ ശുദ്ധിയും പകർത്തി. അവൻ പറഞ്ഞു, സൗന്ദര്യം കണ്ണിൽ കാണുന്നതല്ല, അത് മനസ്സിൽ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് സൗന്ദര്യം ആരും നോക്കില്ല എന്ന് പറയുന്നവർ ഒരു വിധത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരും സമൂഹം പുറമേ കാണുന്ന രൂപം മാത്രം വിലയിരുത്തുന്നതിൽ വേദനിച്ചവരുമായിരിക്കും. പക്ഷെ അതിനർത്ഥം അവർ പുറമേ കാണുന്ന സൗന്ദര്യത്തിൽ മാത്രം വിലയിടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെ, സൗന്ദര്യം നോക്കും. പക്ഷെ അത് കണ്ണു മാത്രമേ നോക്കുകയുള്ളൂ. ഹൃദയം നോക്കുന്നത് ആത്മാവിനെയാണ്. ഒരാളുടെ കരുണ, ധൈര്യം, ആത്മവിശ്വാസം ഇവയാണ് യഥാർത്ഥ സൗന്ദര്യം. നിങ്ങൾ മനസ്സിൽ ശാന്തിയും സത്യസന്ധതയും കരുതുമ്പോൾ ആ പ്രകാശം മുഖത്തേക്കും പടരുന്നു. അതുകൊണ്ട് പുറമെ മനോഹരമാകാൻ ശ്രമിക്കുന്നതിലും വലിയ കാര്യമെന്ന് പറയുന്നത് അകത്തെ മനോഹാരിത നിലനിർത്തുക എന്നതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സൗന്ദര്യം എന്നത് കണ്ണിൽ പിടിക്കുന്ന കാര്യമാണ്. പക്ഷെ സത്യമായ മനസ്സ് മാത്രമേ ഹൃദയത്തെ കീഴടക്കുകയുള്ളൂ. ഇനി സൗന്ദര്യമില്ലെന്നോർത്ത് വിഷമിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, സൗന്ദര്യം നാളെയോടുകൂടി മങ്ങുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ കരുണയും അവയാണ് ആളുകളുടെ മനസ്സിൽ നീളുന്ന ഒരു പ്രകാശമായി നിൽക്കുന്നത്. ഒരു മനോഹരമായ മുഖം ഒരു നാൾ പഴക്കും. പക്ഷെ മനോഹരമായ മനസ്സ് എത്ര വർഷം കഴിഞ്ഞാലും പുതുമയോടെ തന്നെ തിളങ്ങും. അതിനാൽ സ്വന്തം മുഖം മാറ്റാൻ ശ്രമിക്കരുത്, മനസ്സ് വളർത്താനാണ് ശ്രമിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ നല്ല മനസ്സും ചേർന്നാൽ മാത്രമേ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യമായി മാറുന്നത്. അതിനാൽ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ കാണാൻ ശ്രമിക്കാതെ നിങ്ങൾ എത്ര നന്നായി വളർന്നുവെന്നും എത്ര കരുണ കാണിച്ചുവെന്നും അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഭംഗിയായി മാറുന്നത്. അടുത്തതായി നമ്മൾ കേൾക്കുന്നൊരു വിഷയമാണ് പണം സന്തോഷം തരില്ല എന്നത്. ഇന്ന് എല്ലാ മനുഷ്യരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പണം, കൂടുതൽ സൗകര്യം, കൂടുതൽ ആഡംബരം. പക്ഷെ അതിനൊപ്പം ഓരോരുത്തരും കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്, പണം സന്തോഷം തരില്ല. അത് ശരിയാണോ? അല്ലെങ്കിൽ അതൊരു ധാർമ്മിക വാക്ക് മാത്രമാണോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടും, സുരക്ഷ കിട്ടും, രോഗമുക്തിയും കിട്ടും. ഒരു പരിധിവരെ പണം നമ്മുടെ ജീവിതത്തെ ലളിതമാക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നും മോചനം കിട്ടുമ്പോഴാണ് ഒരാൾക്ക് മനസമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് പണം ഒന്നുമല്ല എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല. പണം സന്തോഷം തരില്ല എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിർത്തി മറിക്കുന്ന മനുഷ്യന്റെ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. പണം തന്നെ പ്രശ്നമല്ല, പണത്തിന്റെ അടിമയായ മനുഷ്യനാണ് പ്രശ്നം. മനുഷ്യൻ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്നതല്ല, ജീവിതം ആസ്വദിക്കാനാണ് പണം സമ്പാദിക്കുന്നത്. പക്ഷെ ഇന്നത്തെ മനുഷ്യൻ അത് മറന്നു പോകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ പണം ലഭിക്കുമ്പോൾ ആനന്ദമുണ്ട്, പക്ഷെ അത് നീണ്ടു നിൽക്കില്ല. ഒരു പുതിയ ഫോണോ കാറോ വാങ്ങുമ്പോൾ ആ ആവേശം ചില ദിവസങ്ങൾ മാത്രമാണ്. പിന്നീട് വീണ്ടും പുതിയ ആഗ്രഹം അല്ലെങ്കിൽ പുതിയ താരതമ്യം, പുതിയ അസന്തോഷങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് പണം സന്തോഷം തരില്ല എന്നതിന്റെ അർത്ഥം. പണം ആനന്ദം തരാം, പക്ഷെ സമാധാനം തരില്ല. ഇന്നത്തെ ആളുകൾക്ക് വിലയേറിയ വസ്തുക്കൾ ഉണ്ടെങ്കിലും സമയം കുറവാണ്, ബന്ധങ്ങൾ തളർന്നിരിക്കുന്നു, മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു. കാരണം അവർ പണത്തെ ലക്ഷ്യമാക്കി മാറ്റി, ജീവിതത്തെ ഉപാധിയാക്കി. സന്തോഷം കിട്ടുന്നത് ചെലവിലല്ല, അർത്ഥമുള്ള ജീവിതത്തിലാണ്. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ആത്മതൃപ്തി അനുഭവപ്പെടുന്നു. അതിന് വിലയില്ല. അതായത് പണം സന്തോഷം തരില്ല എന്നത് പൂർണ്ണമായൊരു നിഷേധമല്ല. ശരിയായി ഉപയോഗിച്ചാൽ പണം സന്തോഷത്തിന്റെ വാതിൽ തുറക്കാം. പക്ഷെ അതിൽ കുടുങ്ങിയാൽ അതേ പണം ദുഃഖത്തിന്റെ തടവറയുമാകും. സന്തോഷം പണത്തിലല്ല, മനസ്സിന്റെ സമാധാനത്തിലും ബന്ധങ്ങളിലും നന്ദിയിലുമാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ നമുക്ക് പണത്തെ വെറുക്കേണ്ടതില്ല, പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. പണം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ജീവിതം തന്നെയല്ല എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പണം സൗകര്യം തരാം, പക്ഷെ സമാധാനം നമുക്ക് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പറ്റിക്കപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്.
കഷ്ടപ്പെട്ടാൽ പണം കിട്ടും, പക്ഷെ ബുദ്ധിയുണ്ടെങ്കിൽ കഷ്ടപ്പെടാതെ നേടാൻ സാധിക്കും. എത്ര പേർ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്? നമ്മൾ എല്ലാവരെയും ബാല്യത്തിൽ നിന്നാണ് അത് പഠിപ്പിച്ചത്. പണി ചെയ്താൽ ഫലം കിട്ടും, അത് ശരിയാണ്, പക്ഷെ അതിൽ പകുതി മാത്രം സത്യം. യഥാർത്ഥം എന്തെന്നാൽ കഷ്ടപ്പെടുന്നത് മാത്രമല്ല, ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതും അത്രയും പ്രധാനമാണ്. ഒരു കർഷകൻ വയലിൽ പണിയെടുക്കുന്നു. സൂര്യൻ ചൂടാകുമ്പോഴും മഴ പെയ്യുമ്പോഴും അവൻ കഷ്ടപ്പെടുകയാണ്. അതേസമയത്ത് ഒരാൾ തന്റെ മസ്തിഷ്കം ഉപയോഗിച്ച് കർഷകനായവർക്കായി ആധുനിക കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. കർഷകൻ ദിവസവും വിയർക്കുമ്പോൾ ആ സംരംഭകൻ യന്ത്രം വിറ്റ് ലാഭം നേടുന്നു. ഇരുവരും പരിശ്രമിക്കുകയാണ്, പക്ഷെ ഒരാൾ കൈകൊണ്ടും മറ്റേയാൾ മനസ്സുകൊണ്ടും. അതാണ് വ്യത്യാസം. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ലോകം. നമുക്ക് എത്ര പേർ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ മാസാവസാനം പണം കുറവാണ് കിട്ടുന്നത്. മറ്റൊരാൾ സ്മാർട്ടായി ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തന്റെ കഴിവ് പ്രയോജനപ്പെടുത്തി പാസീവ് ഇൻകം ഉണ്ടാക്കുന്നു. അവനും കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ തുടക്കത്തിൽ മാത്രം തലയുപയോഗിച്ച്. പിന്നെ അവൻ ജോലി ചെയ്യുമ്പോൾ പണം മാത്രമല്ല, സമയം പോലും സ്വന്തമാക്കുന്നു. ഇന്ന് ലോകത്ത് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കഷ്ടപ്പെടുക തീർച്ചയായും വേണം, പക്ഷെ അതിനൊപ്പം ബുദ്ധിയോടെ പ്രവർത്തിക്കുക അതിലും ആവശ്യമാണ്. പണി ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുക, ഈ പണി എങ്ങനെ സ്മാർട്ടായി ചെയ്യാമെന്ന്. എനിക്ക് ജോലി ചെയ്യാതെ പണം വരാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാമോ എന്നൊക്കെ ചിന്തിക്കുക. പണം എപ്പോഴും കഷ്ടപ്പാടിന്റെ ഫലമാണ്, പക്ഷെ ബുദ്ധിയില്ലാതെ കഷ്ടപ്പാടിന്റെ ഫലം വൈകി മാത്രമാണ് എത്തുകയുള്ളൂ. അതിനാൽ കഷ്ടപ്പെടുക, പക്ഷെ ചിന്തയോട് കൂടി മാത്രം. വിയർപ്പിനോടൊപ്പം ബുദ്ധിയും ഉപയോഗിച്ചാൽ പണവും സ്വാതന്ത്ര്യവും ഇരട്ടിയായി വരും. മറ്റൊരു വിഷയമാണ് വിദ്യാഭ്യാസമില്ലെങ്കിൽ വിവരമുണ്ടാകില്ല എന്നൊരു ചൊല്ല്. നമ്മൾ എല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽ വിവരമുണ്ടാകില്ല, അഥവാ പഠിച്ചില്ലെങ്കിൽ ബുദ്ധി ഉണ്ടാകില്ല. പക്ഷെ ഈ വാക്കുകളിൽ എന്തെങ്കിലും പൂർണ്ണ സത്യമുണ്ടോ? വാസ്തവത്തിൽ വിദ്യാഭ്യാസവും വിവരവും രണ്ടും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം എന്നതൊരു സംവിധാനമാണ്, അതായത് സ്കൂൾ, കോളേജ്, സർട്ടിഫിക്കറ്റ് എന്നിവയിലൂടെ ലഭിക്കുന്ന ഔദ്യോഗിക പഠനം. പക്ഷെ വിവരം എന്നത് ജീവിതാനുഭവങ്ങൾ, നിരീക്ഷണം, ചോദ്യം ചെയ്യൽ, ലോകത്തെ മനസ്സിലാക്കാനുള്ള ആഗ്രഹം എന്നിവയിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രാമത്തിലെ ഒരു കർഷകനെ കാണാം. അവൻ കർഷക വിദ്യാഭ്യാസം നേടാതെ ആയിരിക്കാം, പക്ഷെ കാലാവസ്ഥയെയും മണ്ണിനെയും വിളകളെയും കുറിച്ച് അയാളുടെ അറിവ് ഒരുപാട് സർവകലാശാലകളിലെ പഠിത്തങ്ങളെക്കാളും ആഴമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചില പാഠശാലയിലോ കോളേജിലോ പഠിച്ചിട്ടില്ലെങ്കിലും ജീവിതാനുഭവങ്ങളിലൂടെ അവർ നേടിയ അറിവ് അവരെ ജീവിതത്തിൽ വിജയികളുമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, വിദ്യാഭ്യാസം ഒരു വഴി മാത്രമാണ്. അത് അറിവിലേക്കുള്ളൊരു വാതിൽ തുറക്കുന്നു, പക്ഷെ അതാണ് ഏക വാതിൽ എന്ന് കരുതരുത്. ജീവിതത്തിൽ വിജയിക്കാനും ലോകത്തെ മനസ്സിലാക്കാനും നമ്മൾ വിശദമായി പഠിക്കേണ്ടതും അറിയാനുള്ള ആഗ്രഹം നിലനിർത്തേണ്ടതുമാണ്. പഠനമില്ലാത്തവൻ മണ്ടൻ എന്നത് തെറ്റായ ധാരണയാണ്. പഠനമില്ലെങ്കിലും ആൾ ചിന്തിക്കാൻ പഠിച്ചാൽ, ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഉത്സാഹമുണ്ടെങ്കിൽ അവൻ വിദ്യാഭ്യാസമുള്ളവനെ പോലെ തന്നെ ബുദ്ധിമാനായിരിക്കും. ഒടുവിൽ പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസം നിങ്ങളെ അറിവിലേക്കുള്ള വഴി കാണിക്കുന്നു, പക്ഷെ അറിവ് നേടാനുള്ള മനസ്സാണ് പ്രധാനം. കാരണം പഠനത്തിന് പുസ്തകം മതി, പക്ഷെ ബുദ്ധിക്കായി മനസ്സ് തന്നെ തുറക്കണം. ഇനി മറ്റൊരു വിഷയമാണ്, സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയതെന്ന്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപോലെ നല്ല സാഹചര്യങ്ങൾ മാത്രം കിട്ടില്ല. ചിലർ സമ്പന്ന കുടുംബത്തിൽ ജനിക്കുന്നു, ചിലർ ദാരിദ്ര്യത്തിൽ. ചിലർക്ക് പഠനത്തിനും വളർച്ചയ്ക്കും മികച്ച അവസരങ്ങൾ ലഭിക്കുന്നു, ചിലർക്ക് അത്ര ഭാഗ്യമില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നത് നിസ്സംശയം സത്യം തന്നെയാണ്. പക്ഷെ അതിനർത്ഥം നമ്മുടെ ജീവിതം പൂർണ്ണമായി നിയന്ത്രിക്കുന്നു എന്നതല്ല. സാഹചര്യങ്ങൾക്കും മനോഭാവത്തിനും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? സാഹചര്യം നമ്മെ പരീക്ഷിക്കുന്നു, പക്ഷേ മനോഭാവം തന്നെയാണ് നമുക്കതിനെ എങ്ങനെ നേരിടണമെന്ന് നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരേ സാഹചര്യത്തിൽ രണ്ടുപേരുണ്ടാകാം. ഒരാൾ അതിൽ നിന്നും പാഠമെടുക്കുന്നു, മറ്റേയാൾ അതിൽ തളരുകയും ചെയ്യുന്നു. അതായത് സാഹചര്യം കാരണമല്ല, പ്രതികരണം കാരണമാണ് ജീവിതം മാറുന്നത്. പ്രതിസന്ധികൾ നമ്മുടെ ഗുരുക്കന്മാരാക്കണം. പല മഹാന്മാരുടെയും കഥകളിൽ നമ്മൾ കാണുന്നതാണ്. അവർ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് വലിയ വിജയം നേടിയവരാണ്. മഹാത്മാഗാന്ധിയും എബ്രഹാം ലിങ്കണും APJ അബ്ദുൽ കലാം, ഇവരുടെ ജീവിതത്തിൽ എളുപ്പമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ സാഹചര്യം എനിക്കെതിരെയാണ് എന്ന് പറഞ്ഞില്ല, പകരം ഞാൻ അതിനു മുകളിലേക്ക് ഉയരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, സാഹചര്യം നമ്മെ തടയാനല്ല, നമ്മെ വളർത്താനാണ്. സത്യാവസ്ഥ എന്തെന്നാൽ സാഹചര്യം ഒരു തുടക്കമാണ്, ഒരു നിർണായക ഘടകം. പക്ഷെ അതിനെ മറികടക്കാനുള്ള ബലം നമ്മുടെ ഉള്ളിലാണ്. പലപ്പോഴും സാഹചര്യം മോശമായത് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ഒഴിവാക്കാനുള്ള ഒരു വഴി മാത്രമായാണ് അതിനെ കാണുന്നത്. വാസ്തവത്തിൽ സാഹചര്യങ്ങളല്ല നമ്മെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മെ നിർണ്ണയിക്കുന്നത്. അതിനാൽ ആരെങ്കിലും നിങ്ങളോട് സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, സാഹചര്യം നമുക്ക് പരിമിതികൾ നൽകാം, പക്ഷെ അതിനുള്ളിൽ നിന്ന് വഴിയുണ്ടാക്കുന്നത് നമ്മുടെ ബുദ്ധിയും മനോശക്തിയുമാണെന്ന്. ജീവിതത്തിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറാൻ നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കില്ല, പക്ഷെ അതിനെ കാണുന്ന ദൃഷ്ടികോണം മാറ്റാൻ നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കും. അതാണ് വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഓരോ സത്യത്തിന് പിന്നിലും ഒരു അനുഭവമുണ്ട്. നമ്മൾ അന്വേഷിക്കുമ്പോൾ മറുപടി കിട്ടുന്നവയിലും കിട്ടാത്തവയിലും ജീവിതം നമ്മെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾ ഒരു വാക്കിനെ അല്ല,
നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള വഴിയാണ്. ചിലപ്പോൾ വാസ്തവം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരിക്കും. പക്ഷെ അതാണ് സത്യത്തിന്റെ സൗന്ദര്യം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ കാര്യത്തിനു പിന്നിലും തെളിവുണ്ടോ, അനുഭവമുണ്ടോ, അല്ലെങ്കിൽ അർത്ഥമുണ്ടോ എന്ന്. അതിനാൽ സത്യം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ചോദിക്കുന്നവരാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.